blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. 1000-ാമത്തെ എപ്പിസോഡിലേക്ക് വളരെ വേഗത്തിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ള 2 കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കും. ആദ്യമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അബുദാബിയിൽ നിന്നുള്ള ഒരു വെൽവിഷർ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. ഒരു പ്രൈസ് റിപ്പോർട്ട് അദ്ദേഹം എഴുതി അയച്ച് തന്നിട്ടുണ്ട്. ഈ പ്രൈസ് റിപ്പോർട്ടിൻ്റെ ആ ഒരു ബ്രീഫ് മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഇക്കഴിഞ്ഞ മാർച്ച് 4-ാം തീയതി ഈ കുടുംബം ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ഈ പ്രൈസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവഴിച്ചു. IVF ശ്രമിച്ചു നോക്കി, പക്ഷേ കുട്ടികളുണ്ടായിരുന്നില്ല. എന്നാൽ മാർച്ച് 4-ാം തീയതി എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. ആ പ്രോഗ്രാമിൽ സിസ്റ്റർ ക്ഷമയാണ് പ്രാർത്ഥിച്ചത്. മാർച്ച് 22-ാം തീയതി ആയപ്പോൾ ഒരു വയറുവേദന ഫീൽ ചെയ്തിട്ട് ചെക്കപ്പിന് ചെന്നപ്പോൾ മനസ്സിലായത് ആ സഹോദരി പ്രഗ്നൻ്റ് ആണെന്നാണ്. ഇപ്പോൾ 8 മാസത്തിലധികമായി താൻ പ്രഗ്നൻ്റാണ്. ഡെലിവറി അടുത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി വളരെ നല്ലൊരു ഡെലിവറി നൽകി പൈതലിനെയും അമ്മയെയും കർത്താവെ കാത്ത് പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് അത്ഭുതകരമായി സമസ്ത കാര്യങ്ങളും ചെയ്യുന്നതിനാൽ നന്ദി. താങ്ക് യു ലോർഡ്. അതോടൊപ്പം ആ കുടുംബത്തിൻ്റെ ഒരു കോർട്ട് കേസിൻ്റെ വിധി ഇന്ന് വരികയാണ്. ഒരു ചെക്ക് കേസിൻ്റെ ഒരു ചതിവായുള്ള ഒരു കേസിൽ കുരുക്കി കിട്ടുവാനുള്ള പണം ലഭിക്കാത്ത രീതിയിൽ ചിലത് നടക്കുമ്പോൾ ഇന്നതിൻ്റെ വിധി വരികയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അന്യായമായ ആ കേസ് മാറിപ്പോയി അനുകൂലമായ ഒരു ദൈവികമായൊരു വിധി ഉണ്ടാകാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ 2 വിഷയങ്ങളും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി കൂടെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. തൻ്റെ ഭാര്യയ്ക്ക് ആരോഗ്യവും അതുപോലെ സകല രോഗങ്ങളുമുള്ള പരിപൂർണ്ണ സൗഖ്യവും കർത്താവ് കൊടുക്കണമേ. ഈ കുടുംബത്തിലും കർത്താവെ കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രയാസപ്പെടുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് പൈതങ്ങൾ ഉണ്ടാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൃഷിയിൽ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മൈസൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 6 വ്യാഴാഴ്ച. സമയം വൈകിട്ട് 5 മുതൽ ശ്രീ ജഗൻമോഹൻ പാലസ്, ദേവരാജ് മൊഹല്ല, ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. മംഗലാപുരം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 7 വെള്ളിയാഴ്ച. സമയം വൈകിട്ട് 5 മുതൽ ഡോൺ ബോസ്കോ ഹാൾ, അമ്പൻകട്ട, ജ്യോതി സർക്കിളിന് സമീപം, മംഗലാപുരം. കണ്ണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നവംബർ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നവനീതം ഓഡിറ്റോറിയം, ചിന്മയ ബാലഭവന് സമീപം, കണ്ണൂർ. ഈ ആൻറ്റിയുടെ പേര് സരസ്വതി അമ്മ. മകനാണ് നിൽക്കുന്നത് സംഗീത്. മകൻ്റെ കാര്യം പറഞ്ഞത് എങ്ങനെയാണ്, താൻ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി പാസ് ഔട്ടായി, പക്ഷേ തനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് കൂലിപ്പണി, കാർ ഡ്രൈവിംഗ് അതുപോലുള്ള സാധാരണ ചില ജോലികൾ ചെയ്താണ് താൻ ജീവിച്ചിരുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ അമ്മ കഴിഞ്ഞ ഒരു 5 മാസങ്ങൾക്ക് മുൻപ് ഇവിടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ താൻ വന്ന് അറ്റൻഡ് ചെയ്തിരുന്നു.
ആ സമയത്ത് താൻ പറയുന്നത് ഇവിടെ നിന്നൊരു പ്രെയർ ഡയറി താൻ വാങ്ങിച്ചു കൊണ്ടുപോയി. അതിൽ മകൻ്റെ ജോലി കാര്യത്തിന് വേണ്ടി എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. താൻ പറയുന്നത് തനിക്കൊരു പോലീസിൽ തനിക്കൊരു ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ അമ്മ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ മകൻ പറയുന്നത് മകന് ഈ പ്രാർത്ഥനയോ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല. മിക്കവാറും അമ്മേനെ വഴക്ക് പറയും, എന്തിനാ ഇതങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനൊക്കെ വഴക്ക് പറയുമായിരുന്നു. പക്ഷേ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് തനിക്ക് പോലീസിൻ്റെ ഒരു ടെസ്റ്റ് വന്നു. അത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു. ആ ടെസ്റ്റിന് താൻ അറ്റൻഡ് ചെയ്യാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ ആ ടെസ്റ്റിനിടയിൽ വെച്ച് തൻ്റെ മസിൽ വെട്ടിക്കയറി. തനിക്ക് ഫിസിക്കലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ജമ്പ്, ലോങ് ജമ്പ് തുടങ്ങി ഒത്തിരി ടെസ്റ്റുകളുണ്ട്, 5-6 ടെസ്റ്റുകളുണ്ട്. അത് തനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാലുണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ തനിക്ക് ആ സമയത്ത് അത് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ താൻ അവിടെ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ദൈവമേ, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. താൻ പറയുന്നത് ഇതാണ്, താൻ ആദ്യത്തെ ഓട്ടത്തിന് 100 മീറ്റർ റേസിന് അത് പങ്കെടുത്താൽ മതി, അതിന് ജയിക്കണം എന്നില്ല. അതിന് പങ്കെടുത്തു, പക്ഷെ അതിന് ഫെയിലായി. പക്ഷേ വീണ്ടും താൻ പ്രാർത്ഥിച്ചു. താൻ പറയുന്ന കാര്യം ഇതാണ്, തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ലോങ് ജമ്പ്, ഹൈ ജമ്പ് തുടങ്ങി എല്ലാത്തിലും താൻ പാസ് ഔട്ടായി. എല്ലാത്തിനും ജയിച്ചു. ദൈവത്തിൽ അങ്ങനെ വിശ്വാസം, അങ്ങനെ പ്രാർത്ഥനയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അല്ലേ? ഇല്ല, ദൈവത്തിൽ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നു, തിരിച്ചറിഞ്ഞു. വിശ്വസിക്കുന്നു, തിരിച്ചറിഞ്ഞു. ആ സമയത്ത് ആ ഒരു കാലിലെ മസിലൊക്കെ പിടിച്ച സമയത്ത് പ്രാർത്ഥിച്ചു. അതിലെല്ലാത്തിലും ജയിക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ വീടിനടുത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്തത്. അന്നേരം 3 ദിവസം മുമ്പാണ്. ഞാൻ എല്ലാ ഐറ്റവും നന്നായി ചെയ്യുമായിരുന്നു. കാര്യം ജോലിക്കൊക്കെ പോണോണ്ട് ശരീരമൊക്കെ ഫിറ്റ്നസ് ആയിരുന്നു. അന്നേരം ഈ കാലിൽ മസിൽ പിടിച്ചിട്ട് കല്ലായിപ്പോയി. സത്യം എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന സാധനമാണ് ഹൈ ജമ്പ്. ഹൈ ജമ്പ് ഞാൻ ചെയ്യുമായിരുന്നു. ഈ പരിക്ക് പറ്റിയതിന് ശേഷം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം. ആ ഹൈ ജമ്പും ലോങ് ജമ്പും ആദ്യം തന്നെ പാസ്സായി. പിന്നെ തുടർച്ചയായിട്ടുള്ള എല്ലാ ഐറ്റവും എന്നെ ഒരു ശക്തി, ലോങ് ജമ്പൊക്കെ എന്നെ ഒരു ശക്തി എടുത്തപ്പുറത്താക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ ജോലി തനിക്ക് ലഭിച്ചു, ഞങ്ങളത് വിശ്വസിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, തനിക്കൊരു സ്ഥാനം കർത്താവേ ഞങ്ങൾ അവകാശം പറയുന്നു. അത് കർത്താവ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 42, 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ആകാശത്തെ നിർമ്മിച്ച് അതിനെ വിരിക്കുകയും ഭൂമിയെയും അതിലുള്ള ഉൽപ്പന്നങ്ങളെയും വ്യവസ്ഥാപിക്കുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രാണനെയും പ്രദാനം ചെയ്യുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: അന്ധനയങ്ങളെ തുറക്കുവാനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്ന്, ഇരുട്ടിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും പുറപ്പെടുവിക്കുവാനും യഹോവയായ ഞാൻ നീതിയോടെ നിന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ കൈപിടിച്ചു നടത്തി സൂക്ഷിക്കുകയും ജനത്തിന് ഒരു ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നിന്നെ നിയമിക്കുകയും ചെയ്യും. ബൈബിൾ മൊത്തം പഠിക്കുമ്പോൾ യെശയ്യാവ് അറിയപ്പെടുന്നത് ഒരു വലിയ പ്രവാചകനായിട്ടാണ്. അങ്ങനെ പറയാൻ കാരണം, പുസ്തകങ്ങളിൽ, പ്രവചന പുസ്തകങ്ങളിൽ വലുപ്പം കൂടുതലാണ്. അടുത്ത യിരെമ്യാവിൻ്റെ പുസ്തകം, ജെറമായ, എസെക്കിയേൽ അഥവാ യെഹെസ്കേൽ, ഇതെല്ലാം വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഒത്തിരി 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 ദൈവം അവരിലൂടെ പ്രവചന ശബ്ദം ഈ ലോകത്തിലേക്ക് തന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ. തന്നിലൂടെയാണ് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച്, വരാനിരിക്കുന്ന മശിഹയെക്കുറിച്ച് വോളിയംസ്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ലോകത്തോട് സംസാരിച്ചു. ഒത്തിരി ഒത്തിരി സംസാരിച്ചു. യെശയ്യാവാണ് പറഞ്ഞത്, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി വരുന്ന രക്ഷകൻ ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും ജനിച്ചല്ല വരാൻ പോകുന്നത്, ഒരു കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും. യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് 700ഓളം വർഷങ്ങൾക്ക് മുൻപ് തന്നെ
അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ വിളിച്ചു പറഞ്ഞു, ഒരു കന്യക, എല്ലാവരും പറയാം ഒരു കന്യക, ഒരു കന്യക ഗർഭം ധരിച്ച് പുരുഷ സംസർഗം കൂടാതെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ ശക്തിയാൽ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മകളല്ല, മകനെ പ്രസവിക്കും. വ്യക്തമായി പറഞ്ഞു എന്ന് തുടങ്ങി. ഈ രക്ഷകൻ ഭൂമിയിലേക്ക് വന്നാൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ ശുശ്രൂഷിക്കും, എങ്ങനെ മരിക്കും, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു. കുറച്ചൊന്നുമല്ല, ഒത്തിരി അദ്ദേഹം പ്രവചന ശബ്ദത്തിൽ പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ ദൈവദാസനെ, ഈ അഭിഷിക്തനെ ദൈവം അത്രത്തോളം വ്യക്തമായ വെളിപ്പാടുകൾ നൽകി, അരുളപ്പാടുകൾ നൽകി അനുഗ്രഹിച്ചിരുന്നു. അദ്ദേഹം അന്നത്തെ ജനത്തോട് പറഞ്ഞ ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ പ്രവചനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ നിറവേറൽ നടക്കുന്നത് പല രീതിയിലും പല കാലഘട്ടങ്ങളിലുമാണ്. ഉദാഹരണത്തിന്, ഇത് അക്കാലത്ത് ജീവിച്ചിരുന്ന തലമുറയോട്, ജനത്തോട് ദൈവം സംസാരിച്ചെങ്കിൽ അവിടം കൊണ്ട് അത് തീരുന്നില്ല. അതിനുശേഷം വരുന്ന തലമുറകളോടും ദൈവം അതേ വചനങ്ങളിൽ നിന്ന് സംസാരിക്കും. കൈകളെ ഉയർത്തി വീശി ഹല്ലേലൂയ പറയാമോ? കൈകൾ താഴെയിടാം. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ, ആര് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് ആരാണ് പറയുന്നതെന്ന്. ആകാശത്തെ നിർമ്മിച്ച്, ആരാണ് പറയുന്നത്? ആകാശത്തെ നിർമ്മിക്കുകയും അതിനെ വിരിക്കുകയും, ആകാശത്തെ വിരിക്കുകയും ഭൂമിയെയും അതിലുള്ള ഉൽപ്പന്നങ്ങളെയും. എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? ഭൂമിയെയും അതിലുള്ള ഓരോ ഉൽപ്പന്നങ്ങളെയും വ്യവസ്ഥാപിക്കുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും, അതിലെ ജനത്തിന് ശ്വാസത്തെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ജീവശ്വാസത്തെയും, അതിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രാണനെയും, അതിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും പ്രാണനെയും പ്രദാനം ചെയ്യുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരാ ഇത് പറയുന്നേ? ഒന്ന് പറഞ്ഞു നോക്കി, ആരാ ഇത് പറയുന്നേ? യഹോവയായ ദൈവം. ആ യഹോവയായ ദൈവം എന്തെല്ലാം ചെയ്തെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയെ, ആകാശമണ്ഡലത്തെ വിരിക്കുകയും അതിലുള്ള സകലത്തെയും സൃഷ്ടിക്കുക മാത്രമല്ല, അതിലുള്ള സകല ജനങ്ങൾക്കും ജീവശ്വാസത്തെയും പ്രാണനെയും ഒക്കെ തന്ന് എല്ലാ കാര്യങ്ങളും അഖിലാണ്ടത്തിൻ്റെ ചക്രം തിരിക്കുന്ന ദൈവമാണ് നിന്നോട് ഇത് സംസാരിക്കുന്നത്. കാതുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ആരാ പറയുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യനല്ല പറയുന്നത്, ഒരു രാഷ്ട്രത്തിൻ്റെ ചക്രവർത്തിയല്ല പറയുന്നത്. പിന്നെ ആരാണ്? സകലത്തിൻ്റെയും സൃഷ്ടാവും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം സംസാരിക്കുന്നു. ഇനി അടുത്തത് എന്താണ് സംസാരിക്കുന്നത്? തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാം. അന്ധനയനങ്ങളെ തുറക്കുവാനും, അന്ധനയനങ്ങളെ എന്ന് വെച്ചാൽ കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും, തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും, ഇരുട്ടിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും പുറപ്പെടുവിക്കുവാനും, യഹോവയായ ഞാൻ നീതിയോടെ നിന്നെ വിളിച്ചിരിക്കുന്നു. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. എത്ര പേർ വിളി കേൾക്കും? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഇന്ന് ഈ സൃഷ്ടമായ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരും ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി വന്നതല്ല, ദൈവം വിളിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് നേരെയൊക്കെ വന്നിരുന്നേ. ചെറിയ പുള്ളിയൊന്നുമല്ല, ദൈവം വിളിച്ചിട്ടാണ് ഇവിടെ വന്നത്. ചിലർ പറയാല്ല, ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോൾ വന്നതാ. ഇല്ല, ഞാൻ ബ്ലെസ്സിങ് ടുഡേയിൽ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് കേട്ടു, കിളിമാനൂരിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നു, ആദ്യമായിട്ട് അവരൊന്ന് ചെന്ന് നോക്കാം. നോ, ആ തോന്നലുകൾ പോലും ഉണ്ടായത് ഈ ദൈവം വിളിച്ചതുകൊണ്ടാണ്. പുറത്തേക്ക് ഇറങ്ങുക, ലക്ഷങ്ങൾ പുറത്ത് കിടപ്പുണ്ട്. എത്രയോ പേർ KSRTC ബസ്സിലും കാറിലും സ്കൂട്ടറിലും തീവണ്ടിയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരാരും വന്നില്ലല്ലോ. ദൈവം നിന്നെ വിളിച്ചത് കൊണ്ട്, വിളി കേട്ട് നീ വന്നു.
ഇനി എന്തിനു വേണ്ടിയാണ് വിളിച്ചത് എന്നവിടെ പറയുന്നുണ്ട്. ആ ഭാഗങ്ങൾ ഒന്നുകൂടി വായിക്കാമോ? അന്ധനയനങ്ങളെ തുറക്കുവാനും കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും, തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും, തടവുകാരെ പ്രിസണേഴ്സിനെ കാരാഗ്രഹത്തിൽ നിന്നും, ഇരുട്ടിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും പുറപ്പെടുവിക്കുവാനും യഹോവയായ ദൈവം നീതിയോടെ നിന്നെ വിളിച്ചിരിക്കുന്നു. വിളിച്ചിട്ട് കബളിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം നിന്നെ വിളിച്ചത്. ഗോഡ് ഹാസ് എ പർപ്പസ്. വ്യക്തമായ ഒരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയാമോ? ദൈവത്തിന് പകരമായി നമ്മുടെ ദൈവം അദൃശ്യനാണ്, അവൻ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഭൂമിയിൽ ചില കാര്യങ്ങൾ ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചെയ്യുവാൻ, ചിലരെ ശുശ്രൂഷിക്കുവാൻ, ചിലർക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ചില നന്മകൾ ചെയ്യാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. കൈയടിക്കുവാണെങ്കിൽ നന്നായിട്ടടിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് കൈയടിക്കാമോ? ശക്തിയോടെ കൈകളെ തട്ടി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഹൃദയത്തിൽ പറയുക, ദൈവമേ ഞാൻ വിളി കേൾക്കുന്നു. ബ്രദർ ഡാമിയൻ ഇവിടേക്ക് വന്നിങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ദിവസം രാത്രി അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വലിയ ഇടിവെട്ടും ഇടിവാളുമൊക്കെ ഉണ്ടായി. വലിയൊരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മുറിയിൽ വന്ന് നിറഞ്ഞു. എന്നിട്ട് ഒരു വരളപ്പാട്, ഡാമിയൻ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും കേട്ടിട്ടല്ല ഇവിടെ വന്നത്. ചിലർക്കൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എനിക്കറിയാം ദൈവം എന്നെ വിളിച്ചു. ചിലരൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ 9-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ കാണുന്നത് ക്രിസ്തീയ സഭകളെ മുഴുവൻ മുടിച്ചുകൊണ്ട് എല്ലാവരെയും കൊന്നൊടുക്കി കൊണ്ടുപോകുന്ന, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന സാവുൾ അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. പട്ടാപ്പകൽ യേശു കർത്താവ് നാഷണൽ ഹൈവേയിൽ വെച്ച് വണ്ടി തടഞ്ഞു. എന്നിട്ട് യേശു ഇറങ്ങി വന്ന് അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴ്ത്തു വീണു. ശൗലേ ശൗലേ, മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് ഉചിതമാണോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. കണ്ണ് രണ്ടും കാണാതെയായി. വേറൊരാൾ പ്രാർത്ഥിച്ചു, ചെതുമ്പൽ പോലെ ചില താഴെ വീണ് കാഴ്ചയുണ്ടായി. അദ്ദേഹം മാനസാന്തരപ്പെട്ടു, ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. എല്ലാവരുടെയും കേസിൽ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. സ്പെഷ്യൽ കേസുകളിലുണ്ടാകാം. ചിലരെ ദൈവം അങ്ങനെ വിളിക്കുന്നുണ്ടാകാം. പക്ഷേ പലരെയും 99% ആളുകളെ ദൈവം വിളിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അകത്ത ഒരു പ്രേരണ കർത്താവ് തരും. ഇന്ന് ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലൊന്ന് പോ, ഇന്ന് ദൈവത്തിൻ്റെ വചനം ഒന്ന് കേൾക്ക്, ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. അകത്ത് ശക്തമായ ഒരു പ്രേരണയും തോന്നലും ഉണ്ടാകുമ്പോൾ ഓർക്കണം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം നിന്റെ അകത്ത്, നിന്റെ ഹൃദയത്തിൽ വിളിക്കുകയാണ്. ആ വിളി കേട്ട് വന്നവരാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ഒരിക്കൽ യേശുവിൻ്റെ വിളി കേട്ടിറങ്ങി. ചിലരൊക്കെ കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും ഇത് വലിയ ഗുണമൊന്നുമില്ല, ഒരു പ്രാവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പോയെന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ പഴയ പോലെ തന്നെ ആകാം. നോ, അത് നിനക്കൊരു വലിയ നഷ്ടമായിരിക്കും. കാരണം ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിയല്ല. വിളിച്ചതൊരു സാധാരണ വ്യക്തിയല്ല. അവൻ്റെ കയ്യിൽ നിന്നെ അനുഗ്രഹിക്കുവാനുള്ള സകല അനുഗ്രഹങ്ങളും അവൻ്റെ ഭണ്ഡാരത്തിൽ ഇരിപ്പുണ്ട്. എത്ര വേണേലും തന്ന്, എത്ര വേണേലും ഉയർത്തുവാൻ. എല്ലാറ്റിലുപരിയായി ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം ദൈവസന്നിധിയിൽ എന്നും എന്നേക്കും സ്വർഗത്തിൽ ജീവിക്കുവാൻ നിത്യജീവൻ ഒരു സമ്മാനമായി തന്ന് മറ്റാർക്കുമില്ലാത്ത ഒത്തിരി അനുഗ്രഹങ്ങളെ വാരിക്കോരി ചൊരിഞ്ഞു തരാനാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഈ വിളി മൈൻഡ് ചെയ്യാതെ തിരിച്ചു പോയാൽ അത് അവർക്ക് ഒരു വലിയ നഷ്ടമായിരിക്കും. നഷ്ടം വരുത്തി വയ്ക്കരുത്. ഒരിക്കൽ ഇറങ്ങിയാൽ പിന്നെ പിന്തിരിഞ്ഞു നോട്ടം ഇല്ല.
ഇനി മരണം വരെ ഈ യേശുവിനായി രക്ഷകനായി ജീവിക്കും. തീരുമാനിച്ചുകൊണ്ട് കൈയടിക്കാൻ. യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവസാനത്തെ 3.5 വർഷങ്ങൾ കർത്താവ് ഈ ശുശ്രൂഷ ചെയ്തു. എന്തെല്ലാം ചെയ്തു? ശ്രദ്ധിച്ചു കേൾക്കുക. കുരുട്ട് കണ്ണുകൾക്ക് യേശു കാഴ്ച കൊടുത്തു. എത്ര പേർ ഹല്ലേലൂയ പറയും? അഭിമാനത്തോടെ ഹല്ലേലൂയ. ഒത്തിരി കെട്ടപ്പെട്ട ബന്ധനത്തിലായിരുന്ന വ്യക്തികളെ യേശു വിടുവിച്ചു. ഒരിക്കൽ 18 വർഷങ്ങൾ കൂനിയായി നടന്നൊരു സ്ത്രീയോട് യേശു പറഞ്ഞു, മകളെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് തന്നെ കൂനിയായ സ്ത്രീ നിവർന്നു നിന്നു. കുഷ്ഠരോഗികളെ യേശു ശുദ്ധമാക്കി. മരിച്ചവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. എണ്ണമറ്റ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് ചെയ്തു. എന്നിട്ട് പറയുക, അതേ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വാട്ട് വി ആർ ഡൂയിങ് ഓൺ എർത്ത് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ജീസസ് മിനിസ്ട്രി. കർത്താവ് എന്ത് ചെയ്തോ അത് കുറച്ചുകൂടി നീളത്തിൽ ചെയ്യാൻ, അതിനുശേഷം തുടർച്ചയായി ചെയ്യാനാണ് കർത്താവ് നമ്മെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുക, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ എൻ്റെ കാര്യം, എൻ്റെ ഇന്നത്തെ അവസ്ഥ, നാളെ എനിക്ക് നിലനിൽപ്പുണ്ടോ എന്ന് പോലും ബ്രദറെ എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യങ്ങളാകെ തകർന്നിരിക്കുകയാണ്. സാമ്പത്തികമായി മൂക്കൂത്തിയിരിക്കുകയാണ്. കടഭാരം കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ രോഗം കൊണ്ട് ഒരു ഗതിയും പിടിക്കുന്നില്ല. എല്ലാം കൊണ്ടും ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. ഒരു കാര്യം അറിയാമോ? സകലവും അറിയുന്ന ദൈവത്തിന് നിന്റെ കാര്യം അറിഞ്ഞുകൂടെ? ഹലോ, സകലവും ദൈവത്തിന് അറിയാമെങ്കിൽ നിന്റെ അവസ്ഥ കർത്താവ് കാണുന്നില്ലേ? ഹല്ലേലൂയ. നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് അനുഗ്രഹം ഒഴുകണമെങ്കിൽ തീർച്ചയായും ദൈവം നിന്റെ അവസ്ഥ അറിഞ്ഞ് അതിനുള്ള പരിഹാരം കൂടെ ഈ പാക്കേജിനകത്ത് വെച്ചിട്ടുണ്ട്. ദൈവം നിന്റെ വിടുതലും ആ വിളിക്കകത്ത് വെച്ചിട്ടുണ്ട്. അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നിന്നെയും വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്തോടെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൂരം ആത്മാവിൽ ഒരു വിഷയമല്ല. ലോകത്തിലെവിടെ ഇരുന്നാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ചേർത്ത് ഒരുമിച്ചാക്കി അങ്ങനെ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ മേൽ കർത്താവ് പകരും. കർത്താവെ, ഈ സമയത്ത് മദ്യപാനികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൻ്റെ കെടുതികളിൽ വല്ലാതെ നട്ടം തിരിയുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരം പ്രവർത്തിച്ച് ആ അഡിക്ഷനിൽ നിന്ന് അവർ പുറത്തു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഓവറിയുടെ അകത്ത് സിസ്റ്റ് വളരുന്ന ചില സഹോദരിമാർ ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കുന്നു. യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് വളരുന്ന സഹോദരിമാർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ കാരണത്താൽ വല്ലാതെ പ്രയാസപ്പെടുന്നു, കുഞ്ഞുങ്ങളുണ്ടാകാൻ ബുദ്ധിമുട്ടുള്ള സഹോദരിമാർ, അവരുടെ ജീവിതത്തിൽ കർത്താവെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാൽ നന്ദി. പ്രായമുള്ള ചില സഹോദരന്മാരിൽ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള പ്രയാസങ്ങൾ കർത്താവ് സൗഖ്യമാക്കും യേശുവിൻ്റെ നാമത്തിൽ. അത് സംഭവിക്കട്ടെ. കുടലിനകത്തുള്ള ക്യാൻസർ ചില വ്യക്തികളിൽ ഇപ്പോൾ സൗഖ്യമാകും. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകും യേശുവിൻ്റെ നാമത്തിൽ. നട്ടലിൻ്റെ തകരാറുകൾ മാറിപ്പോട്ടെ ഇൻ ജീസസ് നെയിം. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. അസ്ഥികളിലും അതുപോലെ അസ്ഥികൾക്കകത്ത് മജ്ജയിലും തകരാറുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. വിട്ടുമാറാത്ത പനി, ഒത്തിരി സമയങ്ങളിൽ ആവർത്തിച്ച് പനി വന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ഒരു സൗഖ്യത്തെ കൽപ്പിക്കുന്നു. കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൈകൾ ഈ TV സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും, പ്രത്യേകിച്ച് വീണ്ടും ഞാൻ കാണുന്ന കാൽപത്തികളിൽ, കാൽപാദത്തിൽ നീര് വന്ന് വ്രണങ്ങളും വന്നിരിക്കുന്ന, നീരുകൊണ്ട് വ്രണങ്ങളുമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഇയർ ഇംബാലൻസ് മൂലം പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ ആ വിടുതലിനെ സ്വീകരിക്കുക, അത്ഭുതത്തെ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ.
അത് ഈ സമയത്ത് സംഭവിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വി ഗിവ് യു ഗ്ലോറി ആൻഡ് ഓണർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ ആശിഷമാരി, എൻ്റെ പ്രാർത്ഥന ഡയറി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് വിളിക്കാൻ. എൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ധാരാളമായി കർത്താവ് തുടർന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: അവരുടെ പുഴു ചാകയില്ല, തീ കെട്ടുപോകുകയില്ല എന്ന് പറഞ്ഞതാര്? Who said their worm shall not die, neither shall their fire be quenched? Options: A. Tabel, B. യെശയ്യാവ്, C. ഉസിയാവ്, D. യഹോവ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്.